പിന്നെ താൻ എന്തിനാ അസോസിയേറ്റ് പറഞ്ഞ് നിൽക്കുന്നു? ഈ നടുക്ക് നിൽക്കുന്ന പാവത്തിന് ഈ തെറി മുഴുവൻ കേൾക്കണം. അയാളുടെ സൗകര്യത്തിലേ ഇറങ്ങും. അപ്പം നമ്മൾ ഒരു ദിവസം പണ്ടൊക്കെ ഞാൻ ഒരു 8 സീൻ വരെ എടുക്കും. അതായത് രാജൻ പി ദേവ്, NF വർഗീസ്, ജഗദീഷ്, ജഗതി, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പം 8 സീൻ എടുക്കുന്നത് ഇന്ന് അര സീൻ എടുക്കുന്നില്ല. ഇന്നൊരു സിനിമയുടെ ഷൂട്ടിങ് 100-150 ദിവസമാണ്. അന്ന് വെറും 18 ദിവസം, ചിലപ്പോൾ 16 ദിവസം. ടിപ്പുവിൻ്റെ യാത്രക്കിടയിൽ മലബാറുകാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇതിനെ ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് ഓടിയുണ്ട്, ഓർമ്മയുണ്ട്. അമ്പലപ്പുഴയിലെ കൊണ്ടുവച്ചു. ഈ കഥകളൊന്നും ആരും ചർച്ച ചെയ്യില്ല. നമസ്കാരം സർ, എന്താണ് ഇപ്പം കറന്റ്ലി ഉള്ള വിശേഷങ്ങൾ? ഞാൻ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇല്ല. ചെറുതായിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റിപ്പിടിച്ചു എന്നൊരു ഇത്. ഇപ്പം പറഞ്ഞാൽ ഞാൻ 2010 മുതൽ ഈ പുറത്താക്കപ്പെട്ട സിനിമക്കാരനാണ്. ഓക്കെ. എന്നെ അസോസിയേഷനൊക്കെ പുറത്താക്കിയതാണ്. അതെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സിനിമയിൽ നടിനടന്മാരൊക്കെ കിട്ടാൻ എനിക്ക് പ്രയാസമാണ്. പിന്നെ അതുമല്ല, ഞങ്ങളൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള കണ്ടം ചെയ്ത ആൾക്കാരെന്ന് പറയുമല്ലോ, പഴയ സിനിമക്കാർ, അവർക്കൊന്നും ആരും ഡേറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞാനിപ്പോൾ എന്ത് തീരുമാനിച്ചു, എനിക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ അങ്ങ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് AI ക്രിയേഷൻ AIയിലേക്ക് വന്നു. ഒരുപക്ഷെ മലയാളത്തിനെന്നല്ല, വേൾഡിലെ ആദ്യത്തെ ഒരു ഫുൾ ഫീച്ചർ ഫിലിം സെൻസർ ചെയ്ത് റിലീസ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ. നോർമലി ഇപ്പം മലയാള സിനിമയിലുള്ള ഈ പറയുന്ന തീട്ടൂരങ്ങൾ, ചിലർക്ക് വിലക്ക് കൽപ്പിക്കുക, ചിലർ സിനിമ ചെയ്യണ്ടെന്ന് തീരുമാനിക്കുക, ചിലരുടെ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുക, ഇതിനൊക്കെ ഒരു വെല്ലുവിളിയാണ് ഈ പറയുന്ന ഒരു ക്രിയേഷൻ അല്ലേ? കാരണം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ മാക്സിമം പോയാൽ 3 വർഷം കൂടി ഉള്ളൂ ഇപ്പം നിലനിൽക്കുന്ന ഈ ക്യാമറ ഷൂട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലപാട് 3 വർഷം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇല്ല. ലൊക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. കഥാപാത്രങ്ങൾ നമ്മൾ എന്നിട്ട് നടീനടന്മാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പം നമ്മുടെ മലയാള സിനിമയിലടക്കം അതുപോലെ ടോട്ടൽ സിനിമാ മേഖലയിൽ വലിയൊരു സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. അല്ല, അവർക്ക് 3 ദിവസം വർക്ക് ചെയ്താൽ മതി. ഒരു 100 ദിവസം ചെയ്യുന്ന സിനിമ അവർക്ക് 3 ദിവസം അവരുടെ വീട്ടിലോ ഏതെങ്കിലും സ്റ്റുഡിയോയിലോ ഇതുപോലെ ഇരുന്ന് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചാൽ മതി. ബാക്കി ക്യാരക്ടറിലേക്ക് ആ അഭിനയം നമ്മൾ എടുത്തിടുക. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞ മെർജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് അത്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ വലിയ ടെക്നോളജി വെച്ച് 3Dയിൽ നമ്മൾ ആക്ഷൻ ഫേസൊക്കെ നമ്മൾ മാപ്പ് ചെയ്ത് ഉണ്ടാക്കുക. ഇപ്പം അങ്ങനെയല്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിയെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഫോട്ടോ വെച്ച് കഥാപാത്രം ഉണ്ടാക്കും. പക്ഷെ മമ്മൂട്ടിയുടെ അഭിനയം കിട്ടണമെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കണം. അപ്പോൾ അതിന് എനിക്ക് സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യുന്ന 100 ദിവസത്തിന് പകരം 3 days ഒരു ഡബ്ബിങ് ടൈം. ഒരു സിനിമയുടെ ഡബ്ബിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ വോയിസ് മാത്രം എടുക്കുന്നു. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവം കൂടി നമ്മൾക്ക് പകർത്തും. എന്നിട്ട് നമ്മളിതിനെ ക്ലോൺ ചെയ്യും. ശരിക്കും നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇപ്പം പുതു തലമുറയുടെ ഒരു സംഗതിയാണ് ടെക്നോളജി, അവർ കൈകാര്യം ചെയ്യുന്ന ഒരു ജെൻസി പരിപാടിയാണെന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ. അപ്പൊ എത്രത്തോളം ഇതുപോലുള്ള AI ഒന്നും ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് എന്താണെന്ന് പരിചയപ്പെട്ട് വരുന്നില്ല. എത്രത്തോളം സാർ ഇതുമായിട്ട് യൂസ്ഡ് ആണ്? സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എനിക്ക് അതായത് എൻ്റെ അടുത്ത് ഞാൻ AI 1ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാൻ പടം തുടങ്ങുന്നത്. ഒരു വാശി പോലെ തുടങ്ങിയതാണ്. അന്ന് 2 കഥാപാത്രങ്ങൾ വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ സിനിമയിലാണ് 12 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു വാശി പോലെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പക്കല്ല, 100% ഇല്ല. ഓക്കെ, അത് നമുക്ക് തൽക്കാലം മാറ്റുക. പക്ഷേ ഇപ്പം ആയിട്ടോ ഈ എൻ്റെ അതായത് അതല്ല, ഈ ഞാൻ പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സിലായിരുന്നു ഇത് AI. ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് വിത്തിൻ 1 year. അതായത് ഞാൻ ഒരു സോഫ്റ്റ്വെയർ തുടങ്ങുമ്പോൾ അതിൻ്റെ വേർഷൻ 3ലാണ് തുടങ്ങുന്നത്. ഞാൻ തുടങ്ങി 1 മാസം കഴിയുമ്പോൾ വേർഷൻ 4 വന്നു. വീണ്ടും 2 മാസം കഴിഞ്ഞ് വേർഷൻ 4.5 വന്നു. ഇപ്പം അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏജൻസി വന്നു. ഈ AI മേക്കിംഗ് അല്ല, ഇതിനകത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻ്റായിട്ട് ഡയറക്ടറെ സ്ഥാനം അവരേറ്റെടുത്തു. ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു, അവർ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവർക്ക് തോന്നിയിട്ടേ ചെയ്യുള്ളൂ. പകരം നമുക്ക് തോന്നിയ പോലെ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ ക്ലിപ്പ് ഇടണം. ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ അങ്ങനെ ശരിയാവില്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. തനിക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്നതല്ലോ. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് നമുക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഒരു കഥാപാത്രത്തെ വലത്തോട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ ഇവൻ ഇടത്തോട്ടേ നോക്കും. അവന് വലതും ഇടതും അറിയില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറിനുള്ള ഒരു 5 കഥാപാത്രങ്ങളുള്ള ഒരു സീനാന്ന് വിചാരിക്കുക. 5-ൽ ഇപ്പോൾ നമുക്ക് രാമൻ ഉണ്ടാവും, കൃഷ്ണൻ ഉണ്ടാവും,
ഗോവിന്ദൻ ഉണ്ടാവും, അബ്ദുള്ള ഉണ്ടാവും. കമ്പ്യൂട്ടറിനോട് പറയാം അബ്ദുള്ള വലത്തോട്ട് നോക്കുന്നു അല്ലെങ്കിൽ ഇന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയില്ല. കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം പ്രോഗ്രാം ചെയ്ത് ആ ഏത് കഥാപാത്രമാണ് സംസാരിക്കുന്നത് എന്ന് അയാളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇടത് നിന്ന് മൂന്നാമത്തെ ആൾ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. പ്രോംപ്റ്റ് ആ പ്രോംപ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതേപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ എവിടേക്ക് നോക്കണം അത് ഇന്നും ഈ എഐക്കില്ല. എഐക്ക് സ്ട്രെയിറ്റ് ആംഗിൾ, ഒരു 45 ഡിഗ്രി പ്രൊഫൈല്, ബാക്ക് ഷോട്ട്, ഇത്രയേ ഉള്ളൂ അവർക്ക് അറിയുന്നത്. നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു പോയിന്റിലാണ്. പക്ഷെ താരതമ്യേന ഈ മനുഷ്യരെ കൊണ്ട് ഈ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഷൂട്ട് ചെയ്യാനാണോ അതോ എഐനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ? എഐ എളുപ്പം കാണുന്നറിയോ, നമ്മുടെ മനുഷ്യൻ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഒറ്റ പോവാ കാരവനിൽ പോയിരുന്ന് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് കുറച്ച് കഴിഞ്ഞിട്ട് അനുഭവമാണോ പറയുന്നത്? ആ അനുഭവം തന്നെ. നമ്മൾ ഞാൻ കാരവൻ സംസ്കാരത്തിലേക്ക് പോയിട്ടില്ല, അതിന് മുന്നേ ഞാൻ മാറി നിന്നാണ്. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കാരവനിൽ പോയിട്ട് സാറേ ഷോട്ട് റെഡി, ഈ അസോസിയേറ്റാ പോവുക. ആ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് സാറേ ഷോട്ട് റെഡി. ആ തന്നോട് വരാമെന്ന് പറഞ്ഞില്ലേ ഇയാൾ തിരിച്ച് ലൊക്കേഷൻ ഡയറക്ടർ എവിടെ അയാൾ തന്നോട് വിളിച്ചുകൊണ്ടിരല്ലേ പറഞ്ഞത്, സാറേ വിളിച്ചിട്ട് വരണ്ടേ, പിന്നെ താൻ എന്തിനാ അസോസിയേറ്റ് പറഞ്ഞ് നിൽക്കുന്നത്? ഈ നടുക്ക് നിൽക്കുന്ന പാവത്തിന് ഈ തെറി മുഴുവൻ കേൾക്കണം, അയാളുടെ സൗകര്യത്തിലേ ഇറങ്ങും. അപ്പം നമ്മൾ ഒരു ദിവസം പണ്ടൊക്കെ ഞാൻ ഒരു 8 സീൻ വരെ എടുക്കും. അതായത് രാജൻ പി ദേവ്, NF വർഗീസ്, ജഗദീഷ്, ജഗതി, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പം 8 സീൻ എടുക്കുന്നത് ഇന്ന് അര സീൻ എടുക്കുന്നില്ല. ഇന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് 100-150 ദിവസമാണ്, അന്ന് വെറും 18 ദിവസം, ചിലപ്പോൾ 16 ദിവസം കൊണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സൗകര്യമായി. കാരണം ഈ മറ്റേ കാരവൻ വേണ്ട, ആരുടെ തിട്ടൂരൊക്കെ വളരെ വ്യത്യാസം. അത് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പടം, ശരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഒരു 500 കോടിയുടെ പ്രോജക്റ്റാണ്. റിയൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ സംഗതികളും വെച്ച് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് 1 കോടി തീർക്കാൻ പറ്റും. അതാണ് എയുടെ ഒരു പ്രത്യേകത. അത്രയും ഇപ്പം നമ്മൾ ബാഹുബലിയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. അങ്ങനെ തന്നെ കൂട്ടാം. കാരണം ഞാൻ ചെയ്യുന്ന ഇതിൽ മറ്റേ ടിപ്പു സുൽത്താൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 40,000 പട കേരളത്തിലേക്ക് വരുന്നു. അതെ അതെ, അത് വൈക്കം പത്മനാഭ പിള്ളയുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. വലിയ മൂവിയാണ്, ബ്രഹ്മാണ്ഡ മൂവിയാണ് ശരിക്കും. കാരണം വൈക്കം പത്മനാഭയുള്ള എന്ന് പറഞ്ഞാൽ ഈ 20 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ടിപ്പു സുൽത്താൻ്റെ കാല് വെട്ടി ഇവിടെ നിന്ന് ഞൊണ്ടനാക്കി വിട്ടത്. വലിയൊരു ക്യാൻവാസാണ്. ആലുവ പുഴയുടെ തീരത്ത് വരുന്ന സീക്വൻസ് വലിയ സീക്വൻസാണ്, ബ്രഹ്മാണ്ഡ സീക്വൻസാണ്. ശരിക്കും നമ്മൾ ഈ ചരിത്രത്തിൽ ഇതുവരെയും ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യണ്ട എന്ന് ചിലരൊക്കെ വിചാരിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ ഡിഗ് ചെയ്തിട്ട് മൂവിയിലൂടെയൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു ധൈര്യം, അതെന്താണ് അതിന്റെ പുറകിലുള്ള കാലം നമുക്ക് തരുന്നൊരു ഇതാണ്. ഇപ്പം ഞാൻ വൈക്കം പത്മനാഭ പിള്ളയെ കുറിച്ച് സിനിമ ചെയ്യണമെന്ന് വളരെ കാലം മുമ്പ് ആഗ്രഹിച്ചതാണ്. പക്ഷെ അതിനൊരു നിർമ്മാതാവ് വരില്ല. കാരണം ഇത് തേച്ച് മാച്ച് കളയാൻ ശ്രമിക്കുന്ന കഥകളാണ് നമ്മുടെ. ടിപ്പുവിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മലബാറിൽ ഞങ്ങൾക്കറിയാം. ഇപ്പം ഞാനൊക്കെ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ മതം മാറ്റപ്പെട്ട കുടുംബങ്ങളിലെ വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഇപ്പം ഞാൻ ഗർഭാപ്പസി പോയിന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ടിപ്പുവിൻ്റെ യാത്രക്കിടയിൽ മലബാറുകാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇതിനെ ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് ഓടിയുണ്ട്, ഓർമ്മയുണ്ട്, അമ്പലപ്പുഴയിലെ കൊണ്ടുവച്ചിരുന്നു. ഈ കഥകളൊന്നും ആരും ചർച്ച ചെയ്യില്ല. അപ്പോൾ ചരിത്രത്തെ ഈ ഇടതുപക്ഷം വ്യാഖ്യാനിച്ച് വെച്ച ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ടിപ്പുവിനെ കുറിച്ച് മഹത്തരമായിട്ട് ഗിരീഷ് കർണാടൊക്കെ വല്ലാതെ അങ്ങ് മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. എന്താണ് ടിപ്പു എന്നുള്ളത് അറിയുന്നത് യഥാർത്ഥത്തിൽ മൺമറഞ്ഞ് പോയ കുറേ നായന്മാർക്ക് അറിയുള്ളൂ. അന്ന് നായർ പടയുള്ളത് മലബാറിൽ. നായന്മാരോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു ഈ മനുഷ്യൻ, പ്രത്യേകിച്ച് നമ്പൂതിരിമാരോടൊക്കെ. അപ്പം എത്ര ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്, അതിന് കണക്കില്ല. മതം മാറ്റപ്പെട്ട വ്യക്തികൾക്ക് കണക്കില്ല. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് പുറത്ത് വരാൻ പറയട്ടെ. ടിപ്പു സുൽത്താനാണ്, അക്ബർ ദി ഗ്രേറ്റ് എന്ന് പറയും. നമ്മൾ പറയുന്നതല്ലേ, നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെ നമ്മൾ ഗ്രേറ്റ് ആക്കി വെച്ചു. അല്ലാത്തവരൊക്കെ നമ്മൾ സ്മരിക്കപ്പെടേണ്ട വൈക്കം പത്മനാഭമുള്ള ആർക്കറിയാം? പുതിയ ജനറേഷൻ ചോദിക്കുക, ആർക്കും അറിയില്ല. അത് ഒരുപക്ഷെ പഴയ ഉണ്ടായിരുന്ന സിനിമകളിലാണെങ്കിലും അതുപോലെ കഥകളിലാണെങ്കിലും നോവലുകളിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ചരിത്രം വായിച്ചിട്ട് മറ്റ് കാര്യങ്ങളെ വാഴ്ത്തിപ്പാടുന്ന രീതിയിലാണ്. അപ്പൊ ഇതിനൊരു റിബലായിട്ട് എനിക്ക് തോന്നുന്നു ആദിത്യദർ വലിയൊരു റിബലായിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ എതിർക്കാൻ കഴിയാത്ത രീതിയിൽ കാഴ്ചവെച്ചു.
അപ്പൊ അങ്ങനെ റിബലായിട്ട് വരാനായിട്ട് ആ ഒരു പ്രചോദനം എന്തായിരുന്നു ആക്ച്വലി ഹിസ്റ്ററി ഒക്കെ ഇത് അറിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഈ ആത്മാക്കൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ഇതിനൊരു കാരണമുണ്ട്. അപ്പം 1921 ഞാൻ നമ്മൾ കണ്ട ഐ വി ശശിയുടെ സിനിമ, പിന്നീട് 1921 എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നേരിട്ടറിഞ്ഞ സംഭവങ്ങൾ, ഇത് പറയുമ്പം നിമിത്തമായിട്ട് വരുന്നത് ഒരു നടൻ ഞാനിതാ വാര്യംകുന്നനായിട്ട് അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ്, ഒരു പോപ്പുലർ നടൻ. അപ്പോൾ അവിടെ നിന്നാണ് ആരോ എന്നോട് പറയുന്നു അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നിങ്ങൾ ചെയ്യണം, റിയൽ ആയിട്ടുള്ള ഒരു കഥ നമ്മൾ പറയണമെന്നൊരു വാശി. അത് നമ്മൾ ജനങ്ങൾ 100 രൂപയും 50 രൂപയും തന്നിട്ട് അത് പ്രാവർത്തികമാക്കി. വലിയ ബഡ്ജറ്റ് വേണ്ടുന്ന ഒരു സിനിമ 1 കോടി 1.25 കോടിക്ക് തീർത്തു. നമ്മളത് രേഖപ്പെടുത്തി. ഇന്ന് യൂട്യൂബിൽ അതുണ്ട്. അപ്പം അതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ആ ഒരു സിനിമ മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് വിമർശനങ്ങൾ വന്നത് ആ ഒരു ചരിത്രത്തെ വക്രീകരിച്ചു അല്ലെങ്കിൽ വർഗീയമായിട്ട് അതിനെ ചിത്രീകരിച്ചു എന്നൊക്കെ. യഥാർത്ഥത്തിൽ മലബാർ കലാപം എന്ന് പറയുന്നത് സാറ് പ്രസന്റ് ചെയ്തത് തന്നെയാണോ? ഒറിജിനൽ 100%. ഞാൻ അവിടെ പോയി ഓരോ കുടുംബങ്ങളും അതിൽ നമ്മൾ നല്ല മുസ്ലിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊണ്ടോട്ടി തങ്ങൾ, ചരിത്രത്തിൽ തന്നെ കൊണ്ടോട്ടി തങ്ങൾ ഒരുപാട് ഹിന്ദുക്കളെ സംരക്ഷിച്ച ആൾക്കാരാണ്. നമ്മളത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. അത് പറയില്ല. പകരം ഇത് ഈ വാര്യംകുന്നൻ നിഷ്ഠൂരൻ ആൾക്കാരെ കൊന്നു, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നമുക്കത് പറഞ്ഞില്ലേ ഒക്കുള്ളൂ. നമ്മൾ ചരിത്രത്തെ എന്താണ് ഈ മഹത്വവൽക്കരിച്ച്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു, ഇന്ന് ഏത് കുട്ടീനോടും വാര്യംകുന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കും. ശരിയാ, ഒരു മറുവശം. ഞാൻ ആ സിനിമ എടുത്തുകൊണ്ടുള്ള ഒരു സോഷ്യലി അത് ചർച്ച ചെയ്യപ്പെട്ടു. കുട്ടികളത് വായിച്ചു, ഒരുപാട് പേര് വായിച്ചു. എന്താണ് 21 നടന്നത് ഇന്ന് ഈ തലമുറയ്ക്ക് മൊത്തം അറിയാം. അതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ രാമസിംഹൻ എന്ന പേരെടുത്തപ്പോൾ ആരായി രാമസിംഹൻ എന്ന് ചോദിച്ചു. അപ്പോൾ 1947 ആഗസ്റ്റ് 2 ജനം ഒന്ന് പോയി. അങ്ങനെയാണ് ആത്മാക്കൾ നമ്മൾ വിട്ടെടുത്തുന്ന ഈ ആത്മാക്കൾക്കൊരു ശാന്തി കിട്ടണമെങ്കിൽ അവരുടെ യഥാർത്ഥ അനുഭവം ഒന്ന് പുറത്ത് വരണം. അത് കാലങ്ങൾ നമ്മളെ തിരിച്ച് കൊണ്ടുവരും. ഇപ്പോൾ കാശ്മീർ ഫയൽസ് ഉണ്ടായ പോലെ 1921 അതിൻ്റെ അടുത്താണ് ഇപ്പോൾ വരുന്നത്. ഇത് വൈക്കം പത്മനാഭപിള്ള, ഒരു ധീരയോദ്ധാവ്.